കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തവും 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. വിവിധ വകുപ്പുകൾ പ്രകാരം 8 വർഷവും 3 മാസവും ശിക്ഷ ആദ്യം അനുഭവിക്കണം. കോട്ടയം സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. 2022 മാർച്ച് 7-നാണ് ജോർജ് കുര്യൻ സഹോദരൻ രഞ്ജു കുര്യനെയും മാതൃ സഹോദരൻ മാത്യൂസ് കറിയെയും വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഏറെ നാൾ നീണ്ടുനിന്നിരുന്ന ഒരു സ്വത്ത് തർക്കം. ഈ സ്വത്ത് തർക്കത്തെ തുടർന്ന് തികച്ചും ആസൂത്രണം ചെയ്താണ് ജോർജ് കുര്യൻ കൊലപാതകം നടത്തിയത്. തോക്കുപയോഗിക്കാൻ ലൈസൻസുള്ള ജോർജ് കുര്യൻ തന്റെ വിദേശ നിർമ്മിത തോക്കിലെ 6 വെടിയുണ്ടകൾ ഉപയോഗിച്ചാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സാക്ഷികളിൽ പലരും കൂറുമാറി. അപ്പോഴും ശാസ്ത്രീയ തെളിവുകളെല്ലാം തന്നെ പ്രതിക്കെതിരായിരുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏപ്രിലിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചു. വിചാരണ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശവുമുണ്ടായിരുന്നു. പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും അന്തിമവാദങ്ങൾ പൂർത്തിയായത് ഇന്നലെയാണ്. പ്രതിഭാഗം ഉന്നയിച്ച പ്രധാന വാദങ്ങളിലൊന്ന് പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണമെന്നാണ്. എന്നാൽ പ്രതി യാതൊരുവിധ ദാക്ഷിണ്യവും അർഹിക്കുന്നില്ലെന്നും തന്നേക്കാൾ 20 വയസ്സധികമുള്ള മാതൃ സഹോദരനെ അടക്കമാണ് കൊലപ്പെടുത്തിയതെന്നും പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. ഇന്നിപ്പോൾ കോടതി പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 20 ലക്ഷം രൂപ പിഴയും ഇരട്ട ജീവപര്യന്തവും കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്ക് ശിക്ഷ വിധിച്ചു. ഇതുകൂടാതെ വിവിധ വകുപ്പുകൾ പ്രകാരം 8 വർഷവും 3 മാസവും പ്രതി ശിക്ഷ അനുഭവിക്കണം. സാക്ഷിമൊഴികൾ, 278 പ്രമാണങ്ങൾ, 75 സാഹചര്യ തെളിവുകൾ, ഇതെല്ലാമാണ് ഈ കേസിൽ നിലനിന്നിരുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അടുത്ത ബന്ധുക്കൾ അടക്കം കൂറുമാറി. അപ്പോഴും കേസിന് കരുത്ത് നൽകിയത് ശാസ്ത്രീയ തെളിവുകളാണ്. ഇന്നിപ്പോൾ കോടതി പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കേസിൽ അപ്പീലിന് പോകുമെന്ന് പ്രതിഭാഗവും അറിയിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.